നമ്മുടെ വാഹനങ്ങൾ നമ്മൾ റോഡിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന ഇപ്പം നമ്മുടെ ഈ റൂമിലിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും അല്ലേ? ആണോ? അങ്ങനാണോ? മിക്കവാറും എല്ലാവരും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും. മാഷാ അല്ലാ. ചുരുക്കം മാത്രമേ ഉള്ളൂ. ആ ആ ഒരുപാട് ആളുകൾ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ കുറിച്ചിട്ട് ആ വാഹനങ്ങളെ കുറിച്ച് ചെറിയൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ ആ ധാരണയ്ക്കനുസരിച്ച് നമ്മൾ ആ വാഹനം ഉപയോഗിക്കുകയുള്ളൂ. അല്ലെ? നമ്മുടെ ആ വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും വാഹനങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ ഹൗസ് ഡ്രൈവറാ. അപ്പൊ ഹൗസ് ഡ്രൈവർ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെയൊക്കെ വാഹനങ്ങളിൽ നിങ്ങളുടെ സ്പോൺസറിന്റെ കുടുംബമൊക്കെ വാഹനങ്ങളിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ ജീവനും കൂടാണ് നിങ്ങളിങ്ങനെ കൊണ്ട് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഓരോ ഡ്രൈവർമാർ അശ്രദ്ധമായിട്ടുള്ള വാഹനം ഉപയോഗങ്ങൾ ഇന്ന് നമ്മുടെ വാഹനാപകടങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന വാഹന അപകടങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതാത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്, അതായത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി വന്നാൽ ആ അന്വേഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തുവിടുന്ന റിപ്പോർട്ട് ഇതായിരിക്കും: അശ്രദ്ധമായിട്ടുള്ള വാഹന ഡ്രൈവ് ചെയ്യൽ. നമ്മുടെ ഇന്ന് എല്ലാ മനുഷ്യരുടെയും ഒരു സന്തത സഹചാരിയാണ് ഈ സെൽഫോൺ, മൊബൈൽ ഫോൺസ്, അല്ലേ? ശരിയല്ല? എല്ലാവർക്കും ഇല്ല. ആർക്കും മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന് ഈ ദുനിയാവിൽ? അപ്പൊ ഈ മൊബൈൽ ഫോൺ ഉപയോഗവും ഒരു പരിധിവരെ വാഹനാപകടത്തിന് കാരണമാകാറുണ്ട്. അതാത് രാജ്യങ്ങളിലുള്ള ഓരോരോ ഗവൺമെന്റുകളും ജനങ്ങളോടായിട്ട് പറയുന്ന ഓരോരോ നിയമങ്ങൾ, റോഡിനെ കുറിച്ചിട്ട് റോഡപകടം കുറയ്ക്കാൻ ഓരോരോ നിയമങ്ങൾ അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില റോഡുകളിൽ പോയാൽ 60 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം നമ്മൾ 60 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ വാഹനം ഓടിക്കണ്ട എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒന്നാമത്തത് നമ്മളുടെയൊക്കെ ജീവിത സുരക്ഷയ്ക്കാണ്. നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയമങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ആ നിയമങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കാതെ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴാണ് അപകടങ്ങളും മറ്റും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതല്ലേ സത്യം? ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരാണ്ട് ഒരാൾ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വാഹനം. അപ്പൊ നമ്മൾ വാഹനങ്ങൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്ന ഒരു കാര്യമാണ്. വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ആ വാഹനം ഉപയോഗിക്കുന്ന ആള് ആ വാഹനത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അതറിയാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യമായിട്ടൊരു വാഹനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ പ്രധാന അവയവങ്ങളിലൊന്നാണ് ടയർ. ചക്രം എന്നൊക്കെ മലയാളത്തിൽ പറയും, അല്ലെ? ടയർ. ഇന്ന് ടയറിനെ കുറിച്ചാവാം. അതല്ലേ നല്ലത്? കാരണം ഈ ടയർ എത്രയോ പത്രങ്ങളിലും ഒക്കെ ഓരോ ദിവസങ്ങൾ വാർത്തകൾ വായിക്കുമ്പോൾ ടയർ പൊട്ടിത്തെറിച്ച് വാഹനം മറിഞ്ഞ അപകടത്തിൽ മരണപ്പെടുന്നു ആളുകൾ. ഇപ്പൊ ടയർ അതിന്റെ ഒരു പ്രധാന വിഷയമാണ്, ഒരു പ്രധാന ഘടകമാണ് ഒരു വാഹനത്തിന്റെ. ഇന്ന് നമ്മുടെ പല സുഹൃത്തുക്കളും ഇന്ന് ഒരു ടയർ ഷോപ്പിൽ പോയി ടയർ വാങ്ങുന്നു. ആരെങ്കിലും ടയറിന്റെ ഡേറ്റ് ചെക്ക് ചെയ്യാറുണ്ടോ? അറബിയിൽ കഫർ എന്ന് പറയും. ചെറുപ്പോസ്തേ മാഷാ അല്ലാ. കഫർ എന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ ഈ ആരെങ്കിലും ടയർ വാങ്ങാൻ പോകുമ്പോൾ ആ ടയറിന്റെ ഡേറ്റ് ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? ചെക്ക് ചെയ്യുന്നവരൊന്ന് എസ് അടിക്കും, അല്ലാത്തവരില്ലെന്ന് അടിക്കും. കുഴപ്പമില്ല. ടയറിന് ഒരു ഡേറ്റ് ഉണ്ട്. ഒരു ടയർ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അതിലൊരു ഡേറ്റ് അവർ കൊടുക്കുന്നുണ്ട്. ടയറിന്റെ സൈഡിൽ എഡ്ജിനോട് ചേർന്നിട്ട് ഒരു ഡേറ്റ് അതിൽ കൊടുക്കലുണ്ട്. അത് സത്യത്തിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിലല്ല ആ ഡേറ്റ് കൊടുക്കുക.
അത് കൊടുക്കുന്നത് ഇപ്പം CDK 3113 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 3113 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആ 31ന്റെ അർത്ഥം 2013 അവസാനം വന്ന 13 എന്ന ഒരു അക്ഷരം, അതിന്റെ വേർഡിന്റെ അർത്ഥം വരുന്നത് 2013 ആ ടയർ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതിനു മുമ്പ് 31 എന്ന് വന്നാൽ 31ാമത്തെ ആഴ്ചയിലാണത്. അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് 2013 31ാമത്തെ ആഴ്ചയിലാണ് ആ ടയർ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഡേറ്റിന് ശേഷം, അതായത് ആ 31/13 അതിനുശേഷം 3 വർഷത്തേക്കാണ് ഒരു ടയറിന്റെ മാക്സിമം വാലിഡിറ്റി. 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ടയർ പുതിയതായിട്ട് പോയി വാങ്ങുന്നത്. കടകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ടയർ ഷോപ്പുകളിൽ ടയർ ഇരിക്കും. നമ്മളെ പറ്റിക്കാനായിട്ട് അവർ പറയും നല്ല ടയറാണ്, അടിപൊളി ടയറാണെന്നൊക്കെ പറയും, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഈ ഡേറ്റ് മാക്സിമം ഒരു ടയർ വാങ്ങുമ്പോൾ ഡേറ്റ് ചെക്ക് ചെയ്യണം നിർബന്ധമായിട്ടും. കാരണം ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല ടയർ. ഇത് ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പൊ ഇനി സഹോദരങ്ങളൊക്കെ ടയർ വാങ്ങാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഡേറ്റ് ചെക്ക് ചെയ്യണം, മറക്കാതെ. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, ടയറിൽ പ്രധാനപ്പെട്ട 2 ടയറുകളാണ് ടയറിലുള്ളത്. ഒന്ന് ട്യൂബ്ലെസ്സും ഒന്ന് ട്യൂബ് ടൈപ്പും. ഇപ്പൊ പുതിയ വാഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ വരുന്നത് ട്യൂബ്ലെസ് ആണ്. അതിനകത്ത് ട്യൂബ് ഉണ്ടാവില്ല. മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വാഹനങ്ങൾക്ക് ടയറിനുള്ളിൽ ഒരു ട്യൂബ് ഉണ്ടാവും. അപ്പൊ അത് പഞ്ചറാകുമ്പോൾ നമ്മളത് വലിച്ചിളക്കി അതിൽ നിന്ന് ഊരി എടുത്തു മാറ്റി എല്ലാം ശരിയാക്കി പഞ്ചർ എല്ലാം ഒട്ടിച്ച് വീണ്ടും അതിനോട്ട് ഫിക്സ് ചെയ്യുകയാണ് പതിവ്. ഇന്നത്തെ ടയറുകൾ ട്യൂബ്ലെസ് ടയറാണ്. അപ്പൊ ട്യൂബ്ലെസ് ടയറും ട്യൂബ് ടയറും ഫോം ഫില്ലഡ് ശരിയാണ്, അതുകൊണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പം നൈട്രജൻ എയർ, സാധാരണ എയർ അടിക്കുന്നതിന് പകരം നൈട്രജൻ അടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, കാരണം ചൂടാവില്ല എന്ന് പറയുന്നത്. ഒരു ടയറിന് ഉസ്താദെ 3 വർഷമാണ് ഒരു ടയറിന്റെ മാക്സിമം യൂസ് ചെയ്യാനുള്ള പീരീഡ്. ആ 3 വർഷത്തിനുള്ളിൽ ആ ടയർ നമ്മൾ ഉപയോഗിച്ച് തീർത്തോണം. നമ്മൾ വാങ്ങുമ്പോൾ 3 വർഷം കഴിഞ്ഞ ടയറാണെങ്കിൽ അത് വാങ്ങരുത്, അത് ഉപയോഗിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ടയറൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കൂടുതലും ടയർ പൊട്ടിത്തെറിച്ച് വാഹനം മറിയാനൊക്കെ ആയിട്ടുള്ളൊരു കാരണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പലരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മളിപ്പോൾ ലോക്കല് കടകളിൽ പോയി ടയർ വാങ്ങും, കാശ് കൊടുത്ത് നമ്മൾ ടയർ ഫിറ്റ് ചെയ്ത് നമ്മൾ വരുന്നു. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്ന ഈ ട്യൂബ്ലെസ് ടയറിന്റെ കാര്യം, ട്യൂബ്ലെസ് ടയറിന്റെയും ട്യൂബ് ടൈപ്പ് ടയറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ട്യൂബ്ലെസ് ടയറിനാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ളത്. എന്താണെന്ന് മനസ്സിലായോ? ട്യൂബ്ലെസ് ടയറിനാണ് സേഫ്റ്റി കൂടുതലായിട്ടുള്ളത്. അതിന്റെ കാരണം, ഒരു ട്യൂബ് ടൈപ്പ് ടയർ ആണെങ്കിൽ അതിലൊരു മുള്ളു കൊണ്ടാൽ അപ്പം കാറ്റ് മൊത്തം പുറത്തു പോകും, ടോട്ടലി കാറ്റ് പുറത്തു പോകും. നേരെ മറിച്ച് ഒരു ട്യൂബ്ലെസ് ടയർ ആണെങ്കിൽ അതിലൊരു ആണി കയറിയാൽ വളരെ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും അതിൽ നിന്നും അതിന്റെ എയർ പുറത്തു പോവുള്ളൂ. അതിനാണ് ട്യൂബ്ലെസ് ടയറിന്റെ പ്രധാനപ്പെട്ട ഒരു സേഫ്റ്റി, അതാണ് ട്യൂബ്ലെസ് ടയറിനെ സംബന്ധിച്ച്. അറിയുവോ? ശരിയാണ്, ടെക്സ്റ്റ് അടിക്കുക അറിയുന്നവര്. അപ്പൊ ട്യൂബ്ലെസ് ടയർ, നമ്മൾ ട്യൂബ്ലെസ് ടയറിൽ തന്നെ പല ടൈപ്പ് ടയറുണ്ട്. ഒരു ടൈപ്പാണ് സാൻഡ് ടയർ എന്ന് പറയും, ഒന്ന് റോക്ക് ടയർ എന്ന് പറയും. 2 വിഭാഗം ടയറുകളാണ് ഉള്ളത്. സാൻഡ് ടയറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സെൽഫ് ഹീലിംഗ്. സാൻഡ് ടയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണം എല്ലാം ഉള്ളത്. റോക്ക് ടയർ എന്ന് പറയുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മലകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൊയോട്ട ലാൻഡ് ക്രൂസറിനൊക്കെ ആളുകളൊക്കെ റോക്ക് ടയറുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ഈ സാൻഡ് ടയർ നമ്മൾ റോഡിൽ ഉപയോഗിക്കാനുള്ളതാണ് ടയർ, മണ്ണിലും ഉപയോഗിക്കാം സാൻഡ് ടയർ കൊണ്ട്.
ഇനി ടയറിനെ കുറിച്ച് അടുത്തത് ഓരോ രാജ്യങ്ങളിലും ഇപ്പൊ നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ ഏകദേശം ബി ടെമ്പറേച്ചർ ടയർ, സി ടെമ്പറേച്ചർ ടയറുകളാണ് ഉപയോഗിക്കുന്നത്. GCC രാജ്യങ്ങളിൽ ഇന്നിപ്പം ജിദ്ദയിൽ എത്ര ഉണ്ട് ചൂട്? എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ജിദ്ദയിൽ ചൂട്? ആരെങ്കിലും ജിദ്ദയിലുള്ളവരൊന്ന് ഒന്ന് ടെക്സ്റ്റ് അടിക്കൂ. എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരിക്കും ഇന്ന് അവിടുത്തെ ചൂട്? ആരെങ്കിലും ഒന്ന് ടെക്സ്റ്റ് അടിക്കും. ചുലുക്ക ജിദ്ദയിലല്ലേ? ഇന്ന് അവിടുത്തെ ചൂട് എത്ര ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്? 38. അപ്പോൾ നമ്മൾ ഈ GCC രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടയർ റിയാദിൽ 45. നോക്ക്, നല്ല ചൂടാണ്. GCC രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറുകൾ എ ടെമ്പറേച്ചർ ടയർ ആയിരിക്കണം നിർബന്ധമായിട്ട്. അപ്പൊ ടയറിന്റെ സൈഡിലായിട്ട് എ ടെമ്പറേച്ചർ ആണോ, ബി ടെമ്പറേച്ചർ ആണോ, സി ടെമ്പറേച്ചർ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കാത്തൊരു കുഴപ്പമാണ്. നമ്മൾ നോക്കിയാൽ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും നമുക്കതിൽ നിന്ന്. അങ്ങനെയുള്ള എ ടെമ്പറേച്ചർ ടയറുകളാണ് നമ്മൾ ഈ GCC രാജ്യങ്ങളിലുള്ള വാഹനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. നേരെ മറിച്ച് ഇവിടെ ഈ ചൈനീസ് കമ്പനികൾ ടയർ, വില കുറഞ്ഞ ടയറുകളൊക്കെ ഇവിടെ കിട്ടാറുണ്ട്, അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ടയറുകൾ കാലിക്കറ്റ് 29. മാഷാ അല്ലാഹ്. വില കുറഞ്ഞ ടയറുകൾ കിട്ടാറുണ്ട്. നമ്മൾ അത്യാവശ്യം വരുമ്പോൾ പോയി ഒരു വില കുറഞ്ഞ ടയർ വാങ്ങി വണ്ടിയിൽ ഫിക്സ് ചെയ്ത് പോകുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, ടയർ എ ടെമ്പറേച്ചർ ആണോ, അല്ലെങ്കിൽ ടയറിന്റെ ഡേറ്റ്, ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാതെ അവർ അഴിച്ച് നമ്മൾ റിമ്മിൽ ഫിറ്റ് ചെയ്ത് വണ്ടിയിൽ ഫിക്സ് ചെയ്ത് നമുക്ക് തരും. നമ്മളത് മേടിച്ചിട്ട് നേരെ വാഹനവും കൊണ്ട് നമ്മൾ പോവുകയാണ്. അതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കേണ്ടത്, GCC രാജ്യങ്ങളിൽ ഉപയോഗിക്കേണ്ടത് എ ടെമ്പറേച്ചർ ടയറുകളാണ്. എ ടെമ്പറേച്ചർ ടയറുകൾ എന്ന് പറയുമ്പോൾ, എ ടെമ്പറേച്ചർ ടയറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ABC-യിൽ എന്താണ് ഇവയിൽ വ്യത്യാസം? എ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ്, ഏറ്റവും കൂടുതൽ ചൂടിനെ താങ്ങാൻ കഴിവുള്ള ടയറിനെ എ ടെമ്പറേച്ചർ എന്നും, അതിൽ കുറഞ്ഞ ചൂട് താങ്ങാൻ കഴിവുള്ള ടയറിനെ ബി ടെമ്പറേച്ചർ എന്നും, സി ടെമ്പറേച്ചർ അതിൽ കുറഞ്ഞ ആ ഒരു കണക്കിന്. അപ്പൊ കൂടുതൽ ചൂട് താങ്ങാനുള്ള കഴിവുള്ള ടയറുകളാണ് എ ടെമ്പറേച്ചർ. യെസ്, ഹൈ ഇൻ ഹീറ്റ് റെസിസ്റ്റന്റ്. അപ്പൊ നമ്മൾ മാക്സിമം ഇവിടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബി ടെമ്പറേച്ചർ ടയർ ആയാലും കുഴപ്പമില്ല. കാരണം GCC രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പം പ്രധാനമായിട്ടും ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ വാഹനങ്ങളൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ 120 മാക്സിമം സ്പീഡ് കൊടുത്തിരിക്കുന്നത്. ചില ആളുകളൊക്കെ 160 പോകുന്ന കാണാം. അപ്പൊ തന്നെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോവും, അള്ളാഹ് ഇവനെ കാക്കണേന്ന്. കാരണം 120 സ്പീഡ് നിർണയിക്കുന്നത് ഓരോ 140 എന്തായാലും ഓരോ റോഡിന് അത് ആ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ആ റോഡിനെ കുറിച്ചിട്ട് അവർ പഠിച്ചതിന് ശേഷമാണ് ആ റോഡിൽ അവർ വാഹനങ്ങളുടെ സ്പീഡ് നിർണയിക്കുക. ഇപ്പൊ നല്ല വളവും തിരിവും ഒക്കെ ഉള്ള റോഡാണെങ്കിൽ അവരൊരു നോർമൽ സ്പീഡ്, വളരെ കുറഞ്ഞ സ്പീഡാണ് അവരവർ സജസ്റ്റ് ചെയ്യുന്നത്. നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാവുക. 80 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ ശേഷിയുള്ള റോഡിലൂടെ നമ്മൾ 140 പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആ വാഹനം നമ്മളുടെ കൺട്രോളിൽ നിൽക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ, പ്രത്യേകിച്ച് ടയർ പൊട്ടിയാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം നമ്മളുടെ അണ്ടർ കൺട്രോളിൽ നിൽക്കില്ല. ആ വാഹനം എങ്ങോട്ട് വേണേലും പോവാം. ചിലപ്പോൾ ആ വാഹനം തിരിഞ്ഞ് മറ്റു വാഹനങ്ങളിലേക്ക് ചെന്ന് ഇടിക്കാം, അല്ലെങ്കിൽ ആ വാഹനം മറിയാം. അതിലൂടെ ഒരുപാട് ഇഞ്ചുറി ഉണ്ടാവാം, ചിലപ്പം മരണം തന്നെ ഉണ്ടാവാം. അള്ളാഹു കാക്കട്ടെ അങ്ങനെയുള്ള അപകടങ്ങളിൽ നമ്മളെല്ലാവരെയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ടയർ ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടാണ്. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ വാഹനങ്ങളിലെ ടയർ പ്രഷർ ചെക്ക് ചെയ്യൽ? എത്ര ദിവസം കൂടുമ്പോൾ ടയർ പ്രഷർ ചെക്ക് ചെയ്യും? ആരെങ്കിലും ഒന്ന് ചെക്ക്, ആ ദിവസം ഒന്ന് അടിക്കും. ആഴ്ചയിലോ?
ഓക്കെ, ചോദ്യങ്ങളെല്ലാം ക്ലാസ്സിന് ശേഷം. മാഷാ അല്ലാ. അപ്പൊ ടയർ പ്രഷർ മാക്സിമം എല്ലാ ദിവസവും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മളൊരു വാഹനത്തില് നമ്മളൊരു മീഡിയം, ഇപ്പം ഇവിടെ GCCയിലുള്ള ഒരു ക്യാമറി അല്ലെങ്കിൽ ഒരു കൊറോള, ഇതൊക്കെയാണല്ലോ നമ്മൾ മലയാളികളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്ന വാഹനങ്ങൾ. എന്തെങ്കിലും ആയിക്കോട്ടെ. വണ്ടി ഇല്ലാത്തവർക്ക് വണ്ടി ഇൻഷാ അല്ലാ കിട്ടട്ടെ, എത്രയും വേഗം വാങ്ങാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. നമ്മൾ ടയർ പ്രഷർ ദിവസവും മാക്സിമം ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ, ഇപ്പൊ പ്രത്യേകിച്ച് റിയാദ്, ജിദ്ദ, ദുബായ് ഇങ്ങനെയുള്ള GCC രാജ്യങ്ങളിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്ന ടയറുകൾ, ഇതിലുള്ള ടയർ പ്രഷർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഈ ടയർ, അതിന് നമ്മളിപ്പോൾ ഒരു ദിവസം രാവിലെ കൊണ്ടുപോയി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ടയർ പ്രഷർ നമ്മൾ 35 PSI, അതാണല്ലോ കണക്ക്, പൗണ്ട് സ്ക്വയർഡ് ഇഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. PSI എന്നുള്ള ഇതിന്റെ വേർഡിന്റെ അർത്ഥം. നമ്മൾ 35 പൗണ്ട് എയർ അതിലടിച്ചിട്ടാണ് നമ്മൾ ഈ വാഹനം ഉപയോഗിക്കുന്നത്. റോഡിലെ ചൂട്, ക്ലൈമറ്റ്, അതായത് നമ്മുടെ കാലാവസ്ഥയിലുള്ള ചൂട്, ഇതെല്ലാം കൂടിയിട്ട് അതിലുള്ള എയർ പ്രഷർ കൂടാനാണ് സാധ്യത. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി നോക്കുമ്പോൾ 35 പകരം ചിലപ്പോൾ 40 ആയിരിക്കും. 40 പൗണ്ട് എയർ ആയിരിക്കും അതിലുണ്ടാവുക. അപ്പൊ അത് ഇങ്ങനെ വികസിക്കും. നമ്മുടെ വായു ചൂട് കൂടുന്തോറും വായു വികസിക്കുമെന്നാണല്ലോ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതി. അപ്പോൾ അങ്ങനെ ഈ വികസിക്കും. അതിന്റെ ഒരു കാരണത്താൽ മാക്സിമം നമ്മൾ എല്ലാ ദിവസവും ടയർ പ്രഷർ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ടയർ പ്രഷർ ചെക്ക് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ, നമ്മളിത് ചെക്ക് ചെയ്യാതെ ഇങ്ങനെ വാഹനം ഓടിച്ചു ഇങ്ങനെ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ആ ടയർ പൊട്ടാം. ഒരു ടയറിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് എയർ പ്രഷർ. അതിൽ കൂടുതൽ അതിന് താങ്ങാൻ കഴിയില്ല. നമ്മളിപ്പോ കുട്ടികൾ കളിക്കുന്ന ബലൂണിൽ നമ്മളിങ്ങനെ ഊതി വീർപ്പിച്ച് കുറേ വീർപ്പിച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോവും. സെയിം അത് തന്നെയാണ് ടയറിലുള്ളത്. ടയർ പ്രഷർ കുറഞ്ഞാൽ ഞാൻ പിന്നീട് പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാ. അപ്പം ടയർ പ്രഷർ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് തണുത്ത കാലാവസ്ഥയിലുള്ള, അതായത് നമ്മളെ തണുത്ത കാലാവസ്ഥ, ഇപ്പം മറ്റു പല രാജ്യങ്ങളിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ ഇന്ന് നമ്മൾ 35 PSI പ്രഷറാണ് ടയറിൽ അടിക്കുന്നതെങ്കിൽ, ടയറിൽ നമ്മൾ ഇത്രയും കാറ്റടിച്ച് കയറ്റി നാളെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു പക്ഷേ 30 കുറയാം. അവിടെ വായു കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് ആ തണുപ്പിലും ചൂടിലും തമ്മിലുള്ള ഒരു വ്യത്യാസം. വയനാട്ടിൽ പ്രശ്നമാണ്. ഞാൻ വയനാട്ടിൽ പോയിട്ടില്ല, അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് എനിക്ക് ശരിക്കും അറിയില്ല. ചുരുക്കേ അപ്പോൾ ടയറിന്റെ വിഷയങ്ങൾ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ ഇൻഷാ അല്ലാ ഈ ടയറിനെ കുറിച്ചിട്ട് ഇനിയും ഒരുപാട് പറയാനുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടൊരു വിഷയം ഞാൻ പറയുന്നത്, സഹോദരങ്ങൾ, നമ്മൾ ടയറിന് ഓരോ സൈസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ടയർ നമ്മളൊരു ടയർ എടുക്കുക, 245, 65, R17 എന്ന ഒരു ടയർ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിന്റെ ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദ്യം പറഞ്ഞ 245, 245 എന്ന് പറയുന്ന ആ ഒരു അക്കം ടയറിന്റെ ചുറ്റളവിനെയാണ് ഉദ്ദേശിക്കുന്നത്. 245 സെന്റിമീറ്റർ ചുറ്റളവ്. ഇത്രയും കാറ്റടിച്ച് കയറ്റി നാളെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു പക്ഷേ 30 കുറയാം. അവിടെ വായു കൊണ്ടിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ടയർ. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കള്, വാഹനം ഉപയോഗിക്കുന്ന എൻ്റെ സഹോദരങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ടയറിനെ കുറിച്ചിട്ട്. ടയറിന്റെ
ടയറിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്ന ടയറുകൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് പല കമ്പനികളുടെ ടയർ, എന്താ പറയാ, നമ്മുടെ JK ടയർ. ഈ JK ടയറൊക്കെ ഇപ്പൊ വിദേശങ്ങളിൽ ഇപ്പം KSIയിലൊക്കെ അവൈലബിൾ ആണ്. JK ടയറൊക്കെ വലിയ വാഹനങ്ങൾക്ക്, ട്രെയിലർ പോലുള്ള വാഹനങ്ങൾക്കൊക്കെ JK ടയർ ഇവിടെ കിട്ടാറുണ്ട്. MRF ഉണ്ട്. ബാക്കി വ്യവസ്ഥ എന്താണ്? MRF വല്ലതും വാങ്ങിയോ? ഉള്ള ഒരു എന്താ പറയുന്ന MRFന്റെ പരസ്യം വെറുതെ പറഞ്ഞ കേട്ടാ. ടയറിന് അപ്പൊ നമ്മള് ഗുഡ് ഇയർ, ശരിയാണ്, ഗുഡ് ഇയർ. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ടയർ ഉപയോഗിക്കുമ്പോൾ, ഇപ്പം നമ്മൾ GCC രാജ്യങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ജപ്പാൻ ടയറോ അല്ലെങ്കിൽ അമേരിക്കൻ ടയറോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ ജർമ്മൻ കമ്പനികളുണ്ട്, നല്ല നല്ല ടയറുകളാണ് ജർമ്മൻ ടയറുകൾ. ഒരുപാട് ചൂടിനെയൊക്കെ ഒരുപാട് പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള ടയറുകളാണ്. പിന്നെ മറ്റ് ടയറുകളുടെ പേര് പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയുകയാണ്. ബ്രിഡ്ജിസ്റ്റോൺ, ഇവിടുത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് വാഹനങ്ങൾക്ക് ഇങ്ങനെ ടയർ ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ടയറിനെ കുറിച്ചിട്ടൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ബ്രിഡ്ജിസ്റ്റോൺ ഏറ്റവും നല്ല ടയർ തന്നെയാണ്. നമുക്ക് വില കൂടും, കുറച്ച് വിലയൊക്കെ കൂടിയാലും നമുക്ക് നമ്മുടെ സുരക്ഷിതത്വമുള്ള ഏറ്റവും വലുത്. ഇന്ത്യൻ നിർമ്മിത ടയറിൽ എൻ്റെ ഒരു അനുഭവത്തില് MRF നല്ലൊരു ടയറാണ്. JK ടയറും അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇൻഷാ അല്ലാ, അപ്പം ടയറിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നവർക്കെല്ലാം ടയറിനെ കുറിച്ച് മനസ്സിലായോ? ആർക്കും മറുപടിയൊന്നും ഇല്ലേ? അല്പം ഒരുപാട് പറയാനുണ്ട് ഇനിയും. അതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിലൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. കീഴ്ശേരിയിലും ടയർ തുടങ്ങി, കമ്പനി തുടങ്ങി അല്ലേ ഉസ്താദ്? ടയർ കമ്പനി തുടങ്ങിയോ? മാഷാ അല്ലാ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടയറിനെ കുറിച്ചിട്ട്. ടയറാണ് വാഹനത്തിന്റെ പ്രധാന ഘടകം. ഈ വാഹനത്തിന്റെ പ്രധാന ഘടകത്തിൽപ്പെട്ട ഈ ടയർ മാക്സിമം സുരക്ഷിതത്വമായിട്ട് ഉപയോഗിക്കുക. എല്ലാ ദിവസവും അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് ഇപ്പൊ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളിൽ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ടൊയോട്ട ക്യാമറി ഇനത്തിൽപ്പെട്ട വാഹനങ്ങളായാലും, അതും അല്ലെങ്കിൽ നിസാൻ സണ്ണി, അല്ലെങ്കിൽ മറ്റുള്ള ഈ യൂട്ടിലിറ്റി ചെറിയ വാഹനങ്ങൾ, നമ്മൾ ചെറിയൊരു കുടുംബത്തിന് ഉപയോഗിക്കേണ്ട വാഹനങ്ങൾ, ഇതിലൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് ഈ വാഹനങ്ങളെല്ലാം. അപ്പൊ ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങളാകുമ്പോൾ ഫ്രണ്ട് വീലിന് ഒരുപാട് ലോഡാണ് അവിടെ കൊടുക്കുന്നത്. കൂടുതൽ ലോഡ് അതിൽ വരുന്നുണ്ട്. കാരണം ആ വാഹനത്തിനെ വലിച്ചുകൊണ്ട് പോകേണ്ടത് ഫ്രണ്ട് വീലാണ്. ആ ഒരു ലോഡ് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ബ്രേക്ക് ബ്രേക്ക് അപ്ലൈ ആവുന്നത് ഫ്രണ്ട് വീലിനാണ്. അത് ഞാൻ പറയാം. റീസോള്. മൂന്നാമത്തത് നമ്മൾ ഈ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മളൊരു വാഹനം നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ലെഫ്റ്റിലോട്ട് തിരിക്കണമെങ്കിൽ അതും ഫ്രണ്ട് വീലാണ് അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നതും. അപ്പൊ അതിന് കൂടുതൽ ലോഡ് വരും. ആ ഫ്രണ്ട് വീൽ ഫ്രണ്ടിലെ ടയറിന് കൂടുതൽ തേയ്മാനം കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. നമ്മളപ്പോ അത് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ടയർ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പുറത്തു നിന്ന് ആ ഫ്രണ്ട് വീലിലെ ടയർ പുറത്തുനിന്ന് നോക്കുമ്പോൾ നന്നായിട്ടൊക്കെ തോന്നാം. പക്ഷെ ടയറിന്റെ അകത്തെ സൈഡ് കൂടുതൽ തേയ്മാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ അകത്തെ സൈഡ് തേയ്മാനം ഉണ്ടെങ്കിൽ നമ്മളത് പുറത്തുനിന്ന് നോക്കിയാൽ അത് കാണാൻ കഴിയില്ല. അത് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ലിഫ്റ്റിൽ പൊക്കിയിട്ട് നോക്കുകയോ അങ്ങനെയൊക്കെ നോക്കിയാലേ അത് ശരിക്കും കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വീലഴിച്ച് നോക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ
നമ്മൾ അപകടങ്ങളൊക്കെ വളരെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ നമ്മൾ ഈ വൈൽഡ് ഡ്രൈവിങ്, നമ്മൾ ഇപ്പൊ എനിക്കിപ്പം ഇവിടെ അൽഹംദുലില്ലാ ഞാനൊരു സൗദിയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, റോഡ് സർവീസിലാണ്. അപ്പം അവിടെ നിന്നുള്ള ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതും അതാണ് ഉദ്ദേശിക്കുന്നതും. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടയർ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അലൈൻമെന്റ് ചെയ്യേണ്ടത് എന്തിനാണ്, അതൊക്കെ ഞാൻ പറയാം. ചോദ്യോത്തര വേളയിലായിരിക്കും അതൊക്കെ നല്ലത് പറയുന്നത്. പിന്നെ റീട്രേഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാട്ടില് ഉള്ള ടെമ്പറേച്ചറിൽ, നാട്ടിലുള്ള ചൂടിനനുസരിച്ച് ഒരു വാഹനത്തിന് റീട്രേഡിങ് ചെയ്ത് ഓടിക്കാം. ടയർ റീട്രേഡ് ചെയ്യാം, കുഴപ്പമില്ല, പ്രശ്നമില്ല. കാരണം അത്ര ഒരു ഹെവി ആയിട്ടുള്ള ഒരു ചൂട് നാട്ടിലില്ല. നാട്ടിൽ നമ്മുടെ ഒരു നോർമൽ ചൂടാണ്. നമ്മുടെ ഒരു ചൂടെന്ന് പറയുമ്പോൾ നമ്മൾ ശരീരം കൊണ്ടൊക്കെ വിയർക്കുമെങ്കിലും ഈ ഹൈ ടെമ്പറേച്ചർ ഇല്ല. പിന്നെ രണ്ടാമത്തേത് നാട്ടിലുള്ള വാഹനങ്ങളുടെ സ്പീഡ്. എത്ര സ്പീഡ് വരെ നമ്മുടെ കേരളത്തിൽ ഒരു വാഹനം ഒരു മാക്സിമം പോയാൽ എത്ര സ്പീഡ് വരെ വാഹനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? വളരെ കുറഞ്ഞ ഒരു മാക്സിമം പോയാൽ 60 അല്ലെങ്കിൽ 80. ആ സ്ഥലം അപ്പൊ നാട്ടിലെ രീതി അങ്ങനെയാണ്. കാരണം അവിടെ ടയർ റീട്രേഡ് ചെയ്ത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ നേരെ മറിച്ച് വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊന്നും റീട്രേഡ് ചെയ്യുന്ന രീതിയില്ല. കാരണം ഇവിടെ റീട്രേഡ് ചെയ്ത് ഉപയോഗിച്ചാലും നമ്മളൊന്ന് വാഹനം എടുത്ത് ഹൈവേയിലൂടെ ഒരു 10 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ആ റീട്രേഡ് മൊത്തം ഇളകി ഒരു സൈഡിലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ റീട്രേഡിംഗ് ടയറിനുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പൊ ഇന്നത്തെ ഈ ഓരോരോ ഗവൺമെന്റുകളുടെ വാഹനങ്ങളുടെ ആധിക്യം, ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നു. ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ മോഡൽ വാഹനങ്ങളാണ് ഇന്ന് ലോകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ ഗവൺമെന്റിന്റെയും ഒരു ബാധ്യതയായി വലിയ വിഷമം പിടിച്ചൊരു പ്രശ്നമാണ് ഈ ടയറിനെ എങ്ങനെ നമുക്ക് നശിപ്പിക്കാം. അത് കത്തിച്ചു കളയണമെന്ന് വെച്ചാൽ കത്തിച്ചാൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും. അല്ലാതെ അതിനൊന്ന് ഡംപ് ചെയ്യാൻ ഇപ്പൊ ഒരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ്. ടയറിന് അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. ഒരു തരത്തിൽ നമ്മൾ